الله أكبر الله أكبر. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين الرحمن الرحيم. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും മേൽ ബാധ്യതയുള്ളതാണ്, കടമയാണ്. അത് കൃത്യമായി പാലിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് ഫضل കൊണ്ട് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിലൂടെ അവനെ വിശേഷിപ്പിച്ച കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയും. ആരാണ് അവൻ? അർ-റഹ്മാൻ റഹീം. അവൻ റഹ്മാനാണ്, റഹീമാണ്. എന്താണ് റഹ്മാനും റഹീം? എന്താണ് റഹ്മാനിൻ്റെ വിവക്ഷ? എന്താണ് റഹീമിൻ്റെ വിവക്ഷ? പരമകാരുണ്യകനും കരുണാനിധിയും എന്നാണ് നമ്മൾ അതിന് അർത്ഥം പറയാറുള്ളത്. പരമകാരുണ്യകൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്റ്റാറ്റസ് നോക്കാതെ, അല്ലെങ്കിൽ അവർ ഇന്ന വിഭാഗത്തിലാണ്, അവരാണ് ഇവരാണ് എന്ന് നോക്കാതെ എല്ലാവർക്കും മൊത്തമായി കൊടുക്കുന്ന റഹ്മത്ത്. ഇവ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ച് തരികയാണ്. മഴ വർഷിപ്പിച്ച് തരുമ്പോൾ വിശ്വാസികളുടെ തോട്ടങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗത്ത് മാത്രമല്ല മഴ വർഷിക്കുന്നത്, അവിടെയുള്ള വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും എല്ലാ ജനങ്ങളുടെയും എല്ലാ ജീവിജാലങ്ങളുടെയും മേൽ മഴ അല്ലാഹു തആല വർഷിപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹു തആല എല്ലാ ആളുകൾക്കും റഹ്മത്ത് ചെയ്യുന്നവനാണ്. രണ്ടാമത് റഹീമാണവൻ, കരുണാനിധിയാണ്, കരുണയുടെ നിധിയാണവൻ. എന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം പറയാൻ കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ കാരുണ്യം മുഴുവനായി എടുത്താൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് സൃഷ്ടികൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൽ നിന്ന് വിതരണം ചെയ്തിരിക്കുന്നത്. ബാക്കി 99 ഭാഗവും ശതമാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ വെച്ചിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ വെച്ചിരിക്കുന്നത്? അത്
മുത്തഖീങ്ങൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗത്തിൽ മുത്തഖീങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, സത്യവിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് അള്ളാഹു തആല സൂറത്തു ഹശറിന്റെ 10-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്, വകാന ബിൽ മുഅ്മിനീന റഹീമ. അള്ളാഹു തആല മുഅ്മിനീങ്ങളോട് റഹീമാണ്, ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നതാണ്. റബ്ബന ഇന്നക റഊഫുർ റഹീം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക റഊഫുർ റഹീം, നീ റഹ്മത്ത്, ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവനാണ്, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്, നീ റഹീമാണ്, കരുണാനിധിയാണ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. വകാന ബിൽ മുഅ്മിനീന റഹീമ എന്നുള്ള ആയത്ത് സൂറത്തു അഹ്സാബിന്റെ 43-ാമത്തെ ആയത്താണ്. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർക്കാണ്, സയുദ്ഖിലുഹുമുല്ലാഹു ഫി റഹ്മതിഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. കാരണം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഗഫൂറാണ്, ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ കൊടുക്കുന്ന, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പാപമോചനം കൊടുക്കുന്ന ആളാണ്. അതേ പ്രകാരം അല്ലാഹു തആല റഹീമാണ്, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവനാണ്, കരുണാനിധിയാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സക്കാ വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹു തആല പറയാൻ, അല്ലാഹു തആലയെ സൂക്ഷിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും അതേപോലെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല അത് രേഖപ്പെടുത്തുന്നതാണ്, പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതാണ് അവന്റെ റഹ്മത്ത്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, അവൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസികളുടെ ഒരു ഗുണം പറഞ്ഞതാണ് അല്ലാഹു തആല സൂറത്തു ആറാഫിന്റെ 156-ാമത്തെ ആയത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ റഹ്മത്ത് നമ്മൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള അടിസ്ഥാനം. കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. ആണോ? നിങ്ങൾ നിസ്കരിക്കുന്നു, നിങ്ങൾ നോമ്പ് നോൽക്കുന്നു, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നു, നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നു, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് അല്ലാഹു തആല കടത്തിവിടൂല. കാരണം നിങ്ങളുടെ സൽക്കർമ്മങ്ങൾക്ക് മാത്രം ആ സ്വർഗം മതിയാവുന്നതല്ല, അതിന് പകരം വെക്കാവുന്നതല്ല. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന അമൽ സ്വാലിഹാത്തുകൾ എല്ലാം വെച്ച് നോക്കിയാൽ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഒരനുഗ്രഹത്തിന് അത് സമാവില്ല, ഒരനുഗ്രഹത്തിന്, ഒരു നിയമത്തിന് അത് സമമാവുകയില്ല. എന്നാൽ നമുക്ക് ഉള്ള എല്ലാ നിയമത്തും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്കുള്ള എല്ലാ നിയമത്തും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ആ നിയമത്തുകൾ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണിക്ലിപ്തപ്പെടുത്തുകയാണെങ്കിൽ ലാ തുഹ്സുഹ, നിങ്ങൾക്കത് എണ്ണിക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. അത്രത്തോളം നിയമത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിയമത്തുകൾക്ക് പകരമാവില്ല. നമ്മൾ ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റാലും, ജീവിതകാലം മുഴുവൻ നിസ്കരിച്ചാലും, ജീവിതകാലം മുഴുവൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാലും, നേരെ മറിച്ച് ഈ സൽക്കർമ്മങ്ങൾ എന്തിനാണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് നേടാനാണ്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നേടാൻ ഉള്ളത്? റഹ്മത്ത് നേടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അവന്റെ കാരുണ്യം നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, ലഅല്ലക്കും തുർഹമൂൻ. അങ്ങനെ നിങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നതാണ്, കാരുണ്യം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അനുസരിക്കുക. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് ഫത്തബിഊഹു വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. ഇത് അള്ളാഹുവിന്റെ കിതാബാണ്, അനുഗ്രഹമായിട്ട് ഇത് നാം ഇറക്കിയിരിക്കുന്നു. ഫത്തബിഊഹു, അതുകൊണ്ട് നിങ്ങൾ അതിനെ പിൻപറ്റണം, വിശുദ്ധ ഖുർആനെ പിൻപറ്റണം എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. വത്തഖു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. അങ്ങനെ നിങ്ങൾ സൂക്ഷ്മത പാലിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ
റഹ്മത്ത് ചെയ്യപ്പെടുന്നതാണ്. രണ്ടാമത്തെ മാർഗം ഖുർആൻ പാരായണം സശ്രദ്ധം കേൾക്കുക. ഖുർആൻ പാരായണം കേട്ടാൽ നിങ്ങൾ മൗനം ദീക്ഷിക്കുക, മിണ്ടാതിരിക്കുക, അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. സൂറത്ത് ആറാഫിന്റെ 204-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയാൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അത് നിങ്ങൾ സശ്രദ്ധം കേൾക്കണം, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കണം, നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. അങ്ങനെയായാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നതാണ് എന്നാണ്. രണ്ടാമത്തെ മാർഗം നമസ്കാരം യഥാവിധം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അതേപ്രകാരം സക്കാത്ത് കൊടുക്കുക, രണ്ടും ഒരേപോലെ ചെയ്യണം. നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. വഖീമുസ്സലാത വആതുസ്സകാത വഖീമുസ്സലാത വആതുസ്സകാത വഅതീഉർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. സൂറത്തുൻ നൂറിന്റെ 56-ാമത്തെ ആയത്ത്. നിങ്ങൾ വഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. വആതുസ്സകാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. വഅതീഉർ റസൂൽ, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം. അങ്ങനെയായാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ മാർഗം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ നടത്തിക്കൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക, പാപമോചനം തേടിക്കൊണ്ടിരിക്കുക എന്നതാണ്. ആകെ നമ്മൾ റഹ്മത്ത് ചെയ്യാൻ, അതിനാണ് ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ കർമ്മങ്ങളും ഈ ദുനിയാവിൽ ചെയ്യുന്നത്, അമലസ്വാലിഹാത്തുകൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, അള്ളാഹുവിനോട് പ്രത്യേകമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നില്ലേ, പൊറുക്കലിനെ ചോദിക്കുന്നില്ലേ? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ, നിങ്ങൾ പാപമോചനം ചോദിച്ചാൽ നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നതാണ്, കാരുണ്യം ചെയ്യപ്പെടുന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ മാർഗം, നമ്മൾ തെറ്റാൻ പാടില്ല, പിണങ്ങാൻ പാടില്ല. പിണങ്ങാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകൾ പിണങ്ങി ജീവിക്കുമ്പോൾ, നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ പിണക്കമുണ്ടാകുമ്പോൾ, തെറ്റുണ്ടാകുമ്പോൾ ആ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാൻ, ഇണക്കമുണ്ടാക്കുവാൻ പരിശ്രമിച്ചാൽ അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിന് കാരണമാകും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. സൂറത്ത് ഹുജറാത്തിന്റെ 10-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയാൻ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിശ്ചയമായി മുഅ്മിനീങ്ങൾ ഇഖ്വ, സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾക്കിടയിൽ ഫഅസ്ലിഹൂ ബൈന അഖവൈകും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, ഇണക്കമുണ്ടാക്കുക, പിണക്കം മാറ്റുക. വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ആ കാര്യത്തിൽ. അങ്ങനെയായാൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നതാണ്. സൂറത്ത് ഹുജറാത്തിന്റെ 10-ാമത്തെ ആയത്തിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള ആളുകൾക്കിടയിൽ പിണക്കമുണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടാകുമ്പോൾ, അവർ തമ്മിൽ ഭിന്നിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിക്കാതെ നേരെ മറിച്ച് അതിൽ അവരെ ഇണക്കി ചേർക്കുക. അതിൻ്റെ പേരിൽ പലപ്പോഴും നമ്മൾ സന്തോഷിക്കാണ്ടാവണം. ആ ഓൻ തെറ്റി മറ്റോൻ തെറ്റി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളൊരു തൃപ്തി കാണാൻ പാടില്ല. നേരെ മറിച്ച് അതിൽ അതൃപ്തിയാണ് ഉണ്ടാവേണ്ടത്. അത് മുഖേന അതിനെ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവരെ തമ്മിൽ ഇണക്കാൻ, അവരെ തമ്മിൽ ഒന്നിപ്പിക്കുവാൻ പരിശ്രമിക്കണം. അത് ആ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുണ ചെയ്യും എന്നുള്ളതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം, സൃഷ്ടികൾ എന്ന നിലക്ക് പരസ്പരം കരുണ ചെയ്യുക എന്നുള്ളതാണ്.
പരസ്പരം കരുണ ചെയ്യുക. ഇന്നമാ യർഹമുല്ലാഹു മിൻ അബാദിഹിർ റുഹമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകളിൽ ആർക്കാണ് റഹ്മത്ത് ചെയ്യുക? അർ-റുഹമാ, കരുണ ചെയ്യുന്ന ആളുകൾക്കാണ്. കരുണ ചെയ്യുന്ന ആളുകൾക്കാണ്. മല്ല യർഹം ലാ യുർഹം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, കരുണ ചെയ്യാത്ത ആളുകൾ കരുണ ചെയ്യപ്പെടുകയില്ല. യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ ചെയ്യ്, ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമത്തെ കാര്യം ഇഹ്സാനോടെ വർത്തിക്കുക, ഇഹ്സാനോടെ പെരുമാറുക എന്നുള്ളതാണ്. നല്ല രൂപത്തിൽ ചെയ്യുക, നല്ല രൂപത്തിൽ പ്രവർത്തിക്കുക. അതേ പ്രകാരം ഇബാദത്ത് ചെയ്യുമ്പോൾ ഇഹ്സാനോടെ ഇബാദത്തുകൾ ചെയ്യുക. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറ ഫഇന്നഹു യറാക്. അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറ, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കലാണ്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത് എന്ന ഒരു നിയ്യത്തിൽ. സക്കാത്ത് കൊടുക്കുന്നത് അല്ലാഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന നിയ്യത്തിൽ. അതേപോലെ സ്വതക്ക കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിയ്യത്തിൽ. അതേ പ്രകാരം നീ എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല കാണുന്നുണ്ട്, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ഒരു ചിന്തയിൽ, എന്ന ഒരു നിയ്യത്തിൽ നീ പ്രവർത്തിക്കലാണ്. നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. ഫഇൻ ലം തകുൻ തറ ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും ഫഇന്നഹു യറാക്, നിശ്ചയമായും നീ അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ കാണുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവനെ കാണുന്ന രൂപത്തിൽ ആരാധിക്കുകയും, നീ അവനെ കാണുന്നില്ല എങ്കിലും അവൻ തീർച്ചയായും നീ അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ കാണുന്നുണ്ട് എന്ന് അള്ളാഹു തആല പറയാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല എന്നെ കാണുന്നുണ്ട് എന്ന ഉത്തമമായ ബോധത്തിൽ അവനെ ആരാധിക്കുമ്പോൾ, അവനോട് പ്രാർത്ഥിക്കുമ്പോൾ, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ഖുശൂഓടെ, ഇഖ്ലാസോടെ, ഭയഭക്തിയോടെ, ആത്മാർത്ഥതയോടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ആ ഖുശൂഓടെ, ആത്മാർത്ഥതയോടെ, ഭയഭക്തിയോടെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അള്ളാഹു തആല സ്വീകരിക്കും. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതേ പ്രകാരം ദിക്റുകൾ ചൊല്ലുക, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഉനബ്ബികും ബി ഖൈരി അമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഉത്തമമായ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. വഅർഫഇ ഫി ദറജാതിക്കും, നിങ്ങളുടെ ദറജ ഉയർത്തപ്പെടുന്ന പ്രവർത്തനം. വ അസ്കഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ മലീക്കായ, നിങ്ങളുടെ രാജാതിരാജനായ അള്ളാഹുവിന്റെ അടുക്കൽ വിശുദ്ധമായ പ്രവർത്തനം. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബിൽ വൽ വരിക്, നിങ്ങൾ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ പ്രവർത്തനം. വഖൈറുൽ ലക്കും അൻ തൽഖവ അദുവക്കും വതദ്രിബാനക്കും വയദ്രിബാനക്കും, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കണ്ടുമുട്ടുകയും ആ ശത്രുവിന്റെ പിരക്ക് വെട്ടുകയും ആ ശത്രു നിങ്ങളുടെ പിരടികൾക്ക് വെട്ടുകയും ചെയ്യുന്ന യുദ്ധത്തെക്കാൾ, ജിഹാദിനേക്കാൾ, ധർമ്മസമരത്തേക്കാൾ ഉത്തമമായ പ്രവർത്തനം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വഹാബികൾ പറയാണ്, ബലായ റസൂലല്ലാഹ്, പ്രവാചകരെ ഞങ്ങൾക്ക് അത് അറിയിച്ചു തന്നാലും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് ദിക്റുല്ലാഹ് എന്നുള്ളതാണ്, അള്ളാഹുവിനെ സ്മരിക്കുക. കാരണം അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴാണ് മറ്റുള്ള കർമ്മങ്ങൾക്കുള്ള പ്രചോദനം നമ്മുടെ മനസ്സ് നൽകുകയുള്ളൂ. ഒരു ദിക്റ് മാത്രം പറഞ്ഞു തരാം. ഒന്ന്, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് ഇഷ്ടമുള്ള വാക്ക്, രണ്ട് വാക്കുകൾ. വസഖീലത്താനി ഫിൽ മീസാൻ ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് ലഘുവായതാണ്. വസഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ കരം തൂങ്ങുന്നതാണ്. എന്താണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഈ രണ്ട് വാക്കുകൾ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. റഹ്മത്ത് നേടിയെടുക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്ത് നേടിയെടുക്കുവാൻ ചില മാർഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകൾക്ക് പ്രത്യേകമായി, ആ നിഅമത്തുകൾക്ക്
തുല്യമായി നമുക്കെന്തായാലും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടുകയില്ല. ഈ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കുവാനുള്ള ഒരു മാർഗം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്, അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ റഹ്മത്ത് നേടിയെടുക്കുവാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.